വയനാട് പുഷ്പോത്സവം കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ നവംബർ 29 മുതൽ ഡിസംബർ 31 വരെ ഈ വർണ്ണമനോഹര ദൃശ്യവിസ്മയം അരങ്ങേറുന്നു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിവിധങ്ങളായ പുഷ്പഫല പ്രത്യേകത ഒരിക്കൽ രുചിച്ചാൽ ഒരിക്കലും മായാത്ത മറക്കാത്ത രുചി സവിശേഷതയാർന്ന വിഭവ സമൃദ്ധിയുമായി വയനാട് പുഷ്പോത്സവത്തിലെ ഫുഡ് കോർട്ട്. ഹലോ, ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ അവർ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വയനാട് കൽപ്പറ്റ ബൈപ്പാസിലുള്ള പുഷ്പോത്സവത്തിലാണുള്ളത്. ഇവിടുത്തെ പുഷ്പങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പൂക്കൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ കണ്ട വയസ്സിനിടയിൽ കാണാത്ത സൈസ് പൂക്കളൊക്കെ കണ്ടു കേട്ടോ. ഞാൻ പലവിധം പൂക്കൾ എന്താ പറയുക, അത് അവർ സെറ്റ് ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. 1-2-3 ലക്ഷക്കണക്കിന് പൂക്കൾ വെച്ചൊരു സ്ഥലമാണത്. ഏക്കറക്കണക്കിന് സ്ഥലത്ത് ചെയ്തതാണ് അവർ ഈ പൂക്കളൊക്കെ. ഒരു രക്ഷയില്ല, അടിപൊളി തന്നെയായിരുന്നു. ഓരോ പൂക്കളും ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞ പോലെ. ഈ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് എന്താ പറയുക, എല്ലാം ഫ്ലവറായിട്ട് തന്നെ എല്ലാ ചെടിമേലും ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്ലവർ ഇല്ലാത്തൊരു ചെടി പോലും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അതിമനോഹരമായിട്ടില്ല. പിന്നെ അവർ സെറ്റ് ചെയ്ത ആ ഒരു രീതി കാണുമ്പോഴോ അതിലേറെ ബട്ടർഫ്ലൈൻ്റെ രീതിയിൽ, പിന്നെ ആർച്ചിൻ്റെ രീതിയിൽ, അങ്ങനെ പല പല മോഡലിലാണ് അവർ ഈ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കാണേണ്ട കാഴ്ച തന്നെ. ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വന്നോളി. ഡിസംബർ 31 വരെ ഉണ്ട്. നവംബർ 29 സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ 31 വരെ ഉണ്ട് കേട്ടോ. വലിയ ഒരു എമൗണ്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ട് കയറാൻ ചെറിയൊരു പൈസ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെങ്കിൽ. നല്ല അതിമനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയതായിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോന്നു. പിന്നെ ഇവിടെ ചെറിയൊരു കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. ഓരോ പൂക്കളും ഒന്നിനൊന്ന് മെച്ചത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നാ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അല്ലെങ്കിലും ഈ പൂക്കളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പണ്ടൊക്കെ ഞാൻ ആരൊക്കെ പറയണത് കേട്ടിക്കണം. അത് സത്യമാണെന്നുള്ള എനിക്ക് ഇവിടെ ചെന്നപ്പോൾ മനസ്സിലായിട്ടോ. കാരണം ഓരോ പൂക്കളും ഒന്നിനൊന്ന് മെച്ചം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത ആ ഒരു രീതി കേട്ടോ, അത് ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പൂക്കളും ഉണ്ട് കേട്ടോ. പിന്നെ പണ്ടേ മല്ലികനോട് ഭയങ്കര താല്പര്യമാണ്. പലവിധം മല്ലിക, അത് കുറ്റിച്ചെടിയിലാണ് മല്ലിക ഉണ്ടാക്കുന്നത്. വലിയ ഇതിലൊന്നല്ല, ചെറിയ ചെറിയ മരത്തിന്മേലും കൂടെ മല്ലിക ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു കാണാൻ. അവിടെ പോയി ഇത് കാണുമ്പോഴേ ഇവിടുത്തെ ആ ഒരു ഫ്ലവറിൻ്റെ പെരുപ്പം മനസ്സിലാവുള്ളൂ. എന്നെപ്പോലെ നിങ്ങളും ഇതൊക്കെ പോയി കാണുന്നതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ടും കാണാം കേട്ടോ.
ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇവിടെ ചെന്നിട്ട് ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കണം എന്നാണ്. നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഫ്ലവറുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത്. ഇത് ഈ ഫോണിലൂടെ കാണില്ലേറെ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇത് ചെന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇവിടെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.